ഡൽഹിയിൽ ബി.ജെ.പിക്ക് സാധ്യത കൽപ്പിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. മാട്രിക്സ് സർവേ അനുസരിച്ച് ബി.ജെ.പി 40 വരെ സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, രാജ്യതലസ്ഥാനം വിധി എഴുതി കഴിഞ്ഞപ്പോഴേക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അതിൽ മാട്രിക്സ് കണക്കനുസരിച്ച് ബി.ജെ.പി 35 മുതൽ 40 സീറ്റുകൾ വരെ നേടും എന്നാണ് കണക്കുകൾ വരുന്നത്. ബി.ജെ.പിക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ, അതായത് മാട്രിക്സ് പോളിൻ്റെ ആ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മാട്രിക്സ് എക്സിറ്റ് പോളിൻ്റെ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബി.ജെ.പി ഇത്തവണ നടന്ന വോട്ടെടുപ്പിൽ, അതായത് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ 46% വോട്ട് നേടി അധികാരത്തിൽ വരും എന്നൊരു സൂചനയാണ്. അതായത് കൃത്യമായൊരു മാർജിൻ, 2% ഒരു മാർജിൻ AAPയെ സംബന്ധിച്ചിടത്തോളം 2% ഒരു മാർജിനും, അതുപോലെ തന്നെ കൃത്യമായ ഒരു വോട്ട് ഷെയറും, അതായത് 35 മുതൽ 40 വരെ അല്ലെങ്കിൽ 41 വരെ സീറ്റുകൾ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ മാട്രിക്സിൻ്റെ എക്സിറ്റ് പോളിൽ നിന്നും വരുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 70 സീറ്റുകളാണ് ഡൽഹി നിയമസഭാ സീറ്റുകളുള്ളത്. അതിൽ 36 സീറ്റുകൾ നേടുന്നതോടെ അവിടെ ഭൂരിപക്ഷം ഉണ്ടാവുകയും ഭരണമുണ്ടാവുകയും ചെയ്യുമെന്നാണ് അതാണ് ആ കക്ഷിനില നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും ബി.ജെ.പിയിലേക്കാണ് 2 സൂചനകൾ, പുറത്തു വന്ന 2 എക്സിറ്റ് പോൾ ഫലസൂചനകൾ ബി.ജെ.പിക്ക് വിജയം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 46% വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ അതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. വളരെ കൃത്യമായ ഒരു വോട്ട് ഷെയറിൻ്റെ വിഭജനം നടന്നിരിക്കുന്നു. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി വലിയ തോതിൽ അവർക്ക് വോട്ടുകളുടെ ലഭ്യതയിൽ ഇടിവുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ കൃത്യമായി ഈ മാട്രിക്സിൻ്റെ പോളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പുറത്തു വന്ന എക്സിറ്റ് പോളാണ് പീപ്പിൾ പൾസിൻ്റെ എക്സിറ്റ് പോളിൽ പറയുന്നത്. പീപ്പിൾ പൾസ് എക്സിറ്റ് പോൾ പറയുന്നത് 60-ലേറെ സീറ്റുകൾ ബി.ജെ.പി നേടുമെന്നാണ്. 60-ലേറെ സീറ്റുകൾ ബി.ജെ.പി നേടുമെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായ പോലെ, അതായത് ആം ആദ്മി പാർട്ടിയുടെ ആ വലിയൊരു സ്വിംഗ് ഉണ്ടായതുപോലെ അതേ സ്വിംഗ് വീണ്ടും തിരിച്ച് ബി.ജെ.പിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്ന് കണക്കാക്കുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ 2 എക്സിറ്റ് പോളുകളും പരിശോധിക്കുമ്പോൾ ബി.ജെ.പിക്ക് അവിടെ വിജയസാധ്യതയുണ്ട്, കേവല ഭൂരിപക്ഷം കടക്കും എന്ന കൃത്യമായ ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും ആ കേവല ഭൂരിപക്ഷം കടക്കുന്നതോടെ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു ധാരണ ഇപ്പോൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 2ാം ഘട്ടം ഭരണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അഴിമതി ആരോപണം, കുടിവെള്ള ശുദ്ധീകരണത്തിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ അത് മദ്യനയ അഴിമതിയുടെ വിഷയങ്ങളുണ്ടാകുന്നു. മദ്യനയ അഴിമതിയിൽപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ തന്നെ, രാജ്യത്ത് തന്നെ ആദ്യമായൊരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം, മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം, അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ നിരവധി പേർ, അവർക്ക് ജയിലിൽ പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു. അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഡൽഹിയിൽ ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് കുടിവെള്ളത്തിൻ്റെ വിഷയമാണ്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളാവുകയും പ്രധാനമന്ത്രി പോലും അതിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി, നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഹരിയാന ഈ കുടിവെള്ളത്തിലെല്ലാം തന്നെ വിഷം കലക്കുന്നു എന്ന ഭീകരമായ, അല്ലെങ്കിൽ ഒരു തീർത്തും അടിസ്ഥാനരഹിതവും അല്ലെങ്കിൽ അത്രയും ഭീതി ജനിപ്പിക്കുന്നതുമായ ഒരു നിലപാട് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, പ്രധാനമന്ത്രി പോലും കുടിക്കുന്ന വെള്ളം അവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, സുപ്രീം കോടതി ജഡ്ജിമാരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഈ വരുന്ന വെള്ളമാണ് കുടിക്കുന്നത്. എന്നിട്ടും ഇത്തരത്തിൽ ഓരോ ആരോപണങ്ങൾ നടത്തുന്നത് വസ്തുതാവിരുദ്ധമല്ലേ, ഇത് എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി തന്നെ ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിലനിന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിരവധി വിഷയങ്ങൾ, അഴിമതിയുടെ കാര്യങ്ങൾ വീട് മോടി പിടിപ്പിക്കുന്നു. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് പുറകെയായി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണോ അവർ ആദ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം, ആ രാഷ്ട്രീയ ആശയത്തിൽ നിന്നും വളരെയധികം പിന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ടായത്. മറ്റു പല പ്രശ്നങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ സിഖ് സമുദായം പോലും കെജ്രിവാളിനെ കൈവിട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, പഞ്ചാബ് ഭരിക്കുന്നത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ്. അതുപോലെ ആ പഞ്ചാബിലെ സിഖ് സമൂഹത്തെ സ്വാധീനിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നത് തീർത്തും ഇല്ലാതായിരിക്കുന്നു. സിഖ് സമൂഹത്തിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വായിച്ചെടുക്കാവുന്ന ഒരു ഫലസൂചനയാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ നിന്നും പുറത്തു വരുന്നത്. പ്രധാനമായും പുറത്തു വന്ന 2 പോളുകളിൽ കൃത്യമായും ബി.ജെ.പിക്ക് 46% വോട്ട് പ്രവചിക്കുന്നുണ്ട്. അതിലേറെ ശതമാനം വോട്ട് പ്രവചിക്കുന്ന മറ്റൊരു എക്സിറ്റ് പോളും പുറത്തു വന്നിരിക്കുന്നു. 35 മുതൽ 41
വരെ സീറ്റുകൾ നേടുമെന്ന് ഒരു എക്സിറ്റ് പോൾ വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു എക്സിറ്റ് പോൾ അത് 60 സീറ്റിന് മേൽ നേടുമെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒന്നൊന്നായി എക്സിറ്റ് പോളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി, അതായത് ഐസൺ, ഇപ്പോൾ നിലവിലുള്ള 3 എക്സിറ്റ് പോൾ ഫലസൂചനകൾ നൽകുന്നത് BJPക്ക് സാധ്യത എന്നുള്ള രീതിയിൽ തന്നെയാണ്. BJPയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്, നേരിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ആം ആദ്മി പാർട്ടിക്ക് എതിരെ ഉയർന്ന വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ കൃത്യമായി തന്നെ അത് രാഷ്ട്രീയ ദിശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ BJPക്ക് ആയത്. ഇതിലെല്ലാം വിചിത്രമായി പറയേണ്ടത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ BJP ഇത്തവണ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് നേട്ടം കൊയ്യും എന്നുള്ള പ്രതീക്ഷകളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. തീർച്ചയായും രോഹിണി, കോൺഗ്രസ് ഡൽഹി നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡൽഹിയിലെ 70 അംഗങ്ങളുള്ള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ഘട്ടം തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം അരവിന്ദ് കെജ്രിവാൾ 67 സീറ്റുമായി എത്തുമ്പോൾ ബാക്കി 3 പേരും BJPക്കാരായിരുന്നു. അത്തരത്തിൽ ആ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് അപ്രസക്തമായി. നമുക്കറിയാവുന്നതാണ്, പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും അതിനെ ആ അവസ്ഥയെ വിശേഷിപ്പിച്ചത് ഈ ഡൽഹി നിയമസഭയിൽ പ്രവേശിക്കാൻ ഒരു കോൺഗ്രസ്സുകാരന് സാധിക്കണമെങ്കിൽ അത് പ്രവേശന പാസ് നേടി, അതായത് സാധാരണക്കാരനെ പോലെ പ്രവേശിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, ഏറെക്കാലം ഡൽഹി ഭരിച്ചൊരു ചരിത്രമെല്ലാം തന്നെ ഇവർക്കുണ്ട്. ഡൽഹി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഡൽഹി ഭരിച്ചൊരു ചരിത്രമുള്ളൊരു പാർട്ടിയാണ് കാണെ ഒരു നാമാവശേഷമായി പോയത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോഴും പറയുന്നത് 8% താഴെ വോട്ട് ഷെയറിൽ നേടാനുള്ളൊരു സാധ്യത മാത്രമാണ്. തീർത്തും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുള്ള കോൺഗ്രസിനെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ പോലും അത് വിജയിപ്പിക്കാൻ, അവിടെ വിജയം നേടാനുള്ളൊരു സാധ്യതയിലേക്ക് ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എക്സിറ്റ് പോൾ ഫല സൂചനകൾ വന്നിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചതോടുകൂടി BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെയാണ് കൽപ്പിക്കുന്നത്. നേരിയ സാധ്യത BJPക്ക് കൽപ്പിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് മാട്രിക്സ് പ്രകാരം 30 മുതൽ 32 വരെയാണ്. കോൺഗ്രസിന് 0 മുതൽ 1 വരെ എന്ന രീതിയിലാണ്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഇതുവരെയുള്ള ഫല സൂചനകൾ അങ്ങനെയുള്ള ചിത്രമാണ് നമുക്ക് തരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്തിയ വൻ കുതിച്ചുകയറ്റം, അത് പ്രത്യേകിച്ച് മധ്യവർഗത്തിന് പ്രയോജനകരമായ ടാക്സ് റേറ്റിലെ വ്യത്യാസങ്ങൾ, അതായത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി പൂർണ്ണമായി ഇളവ് ചെയ്ത് കൊടുക്കുന്ന കേന്ദ്ര ബജറ്റ് നിർദ്ദേശം വലിയ തോതിൽ സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അത് വോട്ടായി മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രയോജനകരമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ പരാജയം അറിയാതെയാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് പോയത്. അതുകൊണ്ടൊരു ചെറിയ തോതിലെങ്കിലും ആന്റി ഇൻകംബൻസി വികാരം അവിടെ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഉണ്ടായിരുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഇന്ന് തുലവും പരിമിതമാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി അഴിമതിയുടെ കരുതലിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു വിഭാഗം മധ്യവർഗത്തിലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ എന്തിനിയും ഒരു അവസരം കൂടെ കൊടുക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവിടെ പൂർണ്ണമായ പതനം സംഭവിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 4.2% മാത്രമാണ് 2020 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഷെയർ. അതിൽ നിന്നും വർധനയൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം കോൺഗ്രസിന് ആരും വലിയ സാധ്യത കൽപ്പിച്ചു നൽകിയിട്ടില്ല. അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടമായപ്പോൾ കോൺഗ്രസിന്റെ പ്രചരണ സംവിധാനവും മന്ദീഭവിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് 0 മുതൽ 1 വരെ സീറ്റുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ 0-ൽ തന്നെ നിൽക്കാനാണ് സാധ്യത. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്രാവശ്യവും അതിൽ നിന്ന് വലിയ മാറ്റം പ്രതീക്ഷിക്കാനില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി ചില മേഖലകളിലെങ്കിലും വലിയ തോതിൽ വോട്ടുകൾ പിടിച്ചാൽ അതൊരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ബുദ്ധിമുട്ടായി വന്നേക്കാം എന്ന സൂചനയും ഈ ഫലം നൽകുന്നു. അതുകൊണ്ട് 30 സീറ്റിനോട് അടുപ്പിച്ച് 2 കക്ഷികൾക്ക് ലഭിക്കുകയും എന്നാൽ 35 എന്ന മാജിക് നമ്പറിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം 3ാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിന് ഒരു സ്പോയിലർ എന്ന നിലയിൽ 2 പക്ഷികൾക്കും മധ്യേ കോൺഗ്രസിന് 7-8 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരു തൂക്ക് നിയമസഭ വരും. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ മുന്നിൽ കാണുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ ആം ആദ്മി പാർട്ടിക്ക് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം 35-ലധികം സീറ്റുകളോടുകൂടി മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ. അത് തികച്ചും അസംഭവ്യമായ കാര്യമല്ല. കാരണം എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുൻപ് തന്നെയുള്ള
രാഷ്ട്രീയ ചിത്രവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2015-ലും 2020-ലും നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 70-ൽ 67 സീറ്റുകളാണ് 2015-ൽ ലഭിച്ചത്. 70-ൽ 62 സീറ്റുകളാണ് 2020-ൽ ലഭിച്ചത്. അതിൽ നിന്നെല്ലാം വളരെയധികം ആം ആദ്മി പാർട്ടി പിന്നോട്ട് പോയിരിക്കുന്നു. പാർട്ടിയുടെ സ്വന്തം എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ 40-ലധികം സീറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ 40-നും 50-നും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടും എന്ന ആത്മവിശ്വാസം മാത്രമേ കേജ്രിവാളും പ്രകടിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്.